എല്ലാ മെനിസ്കസ് ഇഞ്ചുറീസിനും സർജറി ആവശ്യമാണോ? അതുപോലെ ഏത് ടയർ കോൺഫിഗറേഷനുള്ള ആളുകൾക്കാണ് സേഫ് ആയിട്ട് സർജറി ഇല്ലാതെ ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്യാൻ പറ്റുന്നത്? മെനിസ്കസ് ഇപ്പം ഒരു പ്രൊഫഷണൽ ലെവൽ അത്ലറ്റിനെ കണ്ടു കഴിഞ്ഞാൽ, ഒരു പ്രൊഫഷണൽ ഫുട്ബോൾ പ്ലെയർ, ഇപ്പം മോസ്റ്റ് ഓഫ് ദ ടൈമിൽ കുറേ MRI ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം എല്ലാവർക്കും ഒരു ഹൊറിസോണ്ടൽ ക്ലീവേജ് ടയർ ലാറ്ററൽ മെനിസ്കസിലും കാണാം, ഒരു ഗ്രേഡ് 2 സിഗ്നൽ ചേഞ്ച് മീഡിയൽ മെനിസ്കസിലും കാണാം. പക്ഷേ നമ്മൾ ആ MRI കണ്ടിട്ട് ആ മെനിസ്കസ് ടയർ അഡ്രസ് ചെയ്യാറില്ല. സോ അത് ഒരു സ്റ്റേബിൾ മെനിസ്കൽ ടയർ, ബിക്കോസ് അത് MRI കൊണ്ടല്ല. ക്ലിനിക്കലി ആ അത്ലറ്റിന് പെയിൻ ഇല്ല, സിംറ്റമാറ്റിക് അല്ല. അപ്പം നമ്മൾ ആ ഒരു MRIയിൽ റേഡിയോളജിസ്റ്റ് റിപ്പോർട്ട് ചെയ്തു ഒരു ഗ്രേഡ് 1 അല്ലെങ്കിൽ ഗ്രേഡ് 2 ഒന്നും നമ്മളത് അഡ്രസ്സ് ചെയ്യാറില്ല. സോ പെയിൻ എന്ന് സിഗ്നിഫിക്കൻ്റ് ആയിട്ട് വരുമ്പോൾ മാത്രമേ ഉള്ളൂ ആ മെനിസ്കൽ ടയർ അഡ്രസ്സ് ചെയ്യേണ്ടതേ ഉള്ളൂ, അല്ലെങ്കിൽ അതിനൊരു സർജറി ആവശ്യം വരേണ്ട ആവശ്യമുള്ളൂ. സോ അത് ഒരു ഇത്. ഇപ്പം സ്റ്റേബിൾ മെനിസ്കൽ ടയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും പെയിൻ ഉണ്ടെങ്കിൽ ആർത്രോസ്കോപ്പിക്കലി ഒരു ഡിഫറൻ്റ് ആണ്. ഞാൻ സർജറി ചെയ്യുമ്പോൾ ഒരു മെനിസ്കൽ ടയർ സ്റ്റേബിൾ ആണോ അല്ലയോ എന്നും കൂടെ നോക്കാം. അങ്ങനെ പറയുന്നത് ഇപ്പം ഞാൻ MRI കണ്ടു ഒരു ഗ്രേഡ്, പക്ഷെ വേറെ ഒരു ACL ടയർ ഉള്ള ഒരു പേഷ്യൻറ്റിന് ആ MRIയിൽ മെനിസ്കസും കൂടെ ഉണ്ടായിരുന്നു. പക്ഷെ ആ മെനിസ്കസ് പെയിൻ ഉണ്ടാക്കുന്നില്ല. മനസ്സിലായോ? ആ ഒരു കേസിൽ ഞാൻ അത് അഡ്രസ്സ് സർജറി ചെയ്യണോ വേണ്ടയോ, അപ്പം മാത്രമേ ഉള്ളൂ അത് എൻ്റെ ഒരു സ്റ്റെബിലിറ്റി ഡിസൈഡ് ചെയ്യുന്നത്. അതാണ് ആർത്രോസ്കോപ്പിക്കലി ഞാൻ നോക്കിക്കഴിയുമ്പോൾ ആ മെനിസ്കസ് പ്രോബ് ചെയ്യുമ്പോൾ അത് പുറത്തോട്ട് വരുന്നുണ്ടോ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു മൂവ്മെന്റ് എന്തോരം ഉണ്ട്. ബിക്കോസ് ഡൈനാമിക് മൂവ്മെന്റിൽ പേഷ്യന്റിന്റെ പിവോട്ടിങ്ങോ ലോഡിങ് വരുമ്പോഴും ഈ മെനിസ്കസ് ടയറിൽ മൂവ്മെന്റ് വരുന്നുണ്ടോ, ഇല്ലെങ്കിൽ ഫ്യൂച്ചറിലോട്ട് അത് എഫക്റ്റ് ആവുമോ അല്ലയോ. അങ്ങനെ മാത്രം അൺസ്റ്റേബിൾ ആയി തോന്നിയാൽ മാത്രമേ ഉള്ളൂ ഏസിംപ്റ്റമാറ്റിക് ആയിട്ടുള്ള മെനിസ്കസ് MRI കണ്ടു വിത്ത് അസോസിയേറ്റഡ് ACL ഇഞ്ചുറി വന്നാൽ നമ്മൾ അഡ്രസ് ചെയ്യും. ഇപ്പം ഏത് മെനിസ്കസ് സർജറി ഇല്ലാതെ ട്രീറ്റ് ചെയ്യാം. MRIയിൽ മെനിസ്കൽ ടയർ കണ്ടു ഗ്രേഡ് 1 ഗ്രേഡ് 2 ബട്ട് ഇൻസിഡന്റൽ ഫൈൻഡിങ്, പക്ഷേ ക്ലിനിക്കലി പെയിൻ ഇല്ല, മെനിസ്കൽ എക്സാമിനേഷനിൽ പെയിൻ ഇല്ല, പേഷ്യന്റ് എസിംറ്റമാറ്റിക് ആണ്. അങ്ങനത്തെ ഒരു ഇതിനെ ഞാൻ MRI റിപ്പോർട്ട് വെച്ചിട്ട് അഡ്രസ്സ് ചെയ്യേണ്ട ആവശ്യം ഇല്ല. എന്നാ പേഷ്യന്റ് സിംറ്റമാറ്റിക് ആവുമോ, എന്നാ പേഷ്യന്റ് ബുദ്ധിമുട്ട് വരുന്നുണ്ടോ, അന്ന് അത് അഡ്രസ്സ് ചെയ്യുന്നതിലാണ് എൻ്റെ അഭിപ്രായം. ശരി.